ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മധുരക്കൊൽക്കട്ടയുടെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മധുരക്കൊൽക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം, ഇളം ചൂടുള്ള വെള്ളം ഒന്നും ചേർക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കൊൽക്കട്ടയിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ചക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ ചക്കരയെല്ലാം നന്നായി മെൽറ്റായി വരുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലുള്ള വേസ്റ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴമെല്ലാം നന്നായി വന്നു വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം നന്നായി വന്ന് ചക്കരപ്പാനി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതുപോലെയാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ചെറിയൊരു പാർട്ടെടുത്ത് ഒരു ബോളാക്കി നടുവിലിങ്ങനെ കുഴിച്ച് പരത്തിയെടുക്കുക. ഫില്ലിങ് ഒരു ചെറിയ ബോളാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് മാവൊന്ന് കൂട്ടിക്കൊടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. എവിടെയെങ്കിലും പൊട്ടുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ മാവ് വെച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. കൊയ്ക്കട്ട ഇങ്ങനെ വേവാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ കൊയ്ക്കട്ട നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു കൊയ്ക്കട്ടയാണ്. ഉറപ്പായിട്ടും നിങ്ങളും രാഗിപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒരു കൊയ്ക്കട്ട ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.